അവിടെ നമ്മൾ ക്വിക്ക് ബുക്സ്, സോഹോ പോലത്തെ സോഫ്റ്റ്വെയർസ് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. അപ്പം എംപ്ലോയീസിനൊരു പേടിയാണ്. അപ്പോൾ ഇത്രയും നാൾ ടാലി ഉപയോഗിച്ചൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഹലോ സ്റ്റുഡൻസ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പറിലെ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത്രയ്ക്ക് മീൻസ് എല്ലാവരും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാത്തൊരു ഏരിയയാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ, നമ്മൾ ഫ്യൂച്ചർ പേപ്പേഴ്സിലൊക്കെ അത്യാവശ്യം SBI പോലത്തെ പേപ്പേഴ്സിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചേഞ്ച് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനി ചേഞ്ചസ് കൊണ്ടുവരും, ശരിയല്ലേ? അല്ലേ, മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലേ? ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എളുപ്പമാണ്, പക്ഷേ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസിസ്റ്റൻസ് വരും. ഓക്കെ, എംപ്ലോയീസിനൊരു താല്പര്യം കാണില്ല. നമ്മളിപ്പം എല്ലാവർക്കും ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലേ കൂടുതലും ആൾക്കാർ, ശരിയല്ലേ? മിക്ക ആൾക്കാർക്കും ചേഞ്ച് താല്പര്യം കാണില്ല അല്ലേ? എപ്പോഴും ഇത്രയും നാൾ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നായിരിക്കും എല്ലാവർക്കും താല്പര്യം അല്ലേ? ഇപ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്, ഒരു ചേഞ്ച്, ഒരു മാറ്റം വന്നാൽ കിട്ടും, എന്നാൽ പോലും ആർക്കും അങ്ങനെ താല്പര്യം കാണില്ല അല്ലേ? അത് എല്ലാ മനുഷ്യരുടെയും ഒരു നോർമൽ ഒരു ട്രെയ്റ്റാണത്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അല്ലേ? ഇപ്പോൾ ഒരു കമ്പനി പുതിയതായിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് അവരുടെ ബ്രാഞ്ച് മാറ്റാൻ പോവാണ്, അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് ഇനി അവരൊരു ഇപ്പോൾ ഒരു ഫാക്ടറിയാണെന്ന് വിചാരിക്കുക, ആ ഒരു ഫാക്ടറിയിൽ അവർ മെഷീൻസ് കൊണ്ടുവരാൻ പോവാണ് പുതിയൊരു ചേഞ്ചായിട്ട്, അല്ലെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ അങ്ങനത്തേക്ക് സിറ്റുവേഷനുള്ള വിഷയം എന്താ വെച്ചാൽ ഈ എംപ്ലോയീസിനൊരു പേടി കാണും, അല്ലെങ്കിൽ അവർക്കൊരു ഉറപ്പ് കാണൂല എന്താണ് നടക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി റെസിസ്റ്റ് ചെയ്യും, ഇങ്ങനത്തെ ഒരു മാറ്റം വേണ്ട, എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർ മാറ്റം റെസിസ്റ്റ് ചെയ്യും അല്ലേ? ആ കുറേ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ ത്രൂ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഈ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ ഈ എംപ്ലോയീസിൻ്റെ ഭാഗത്ത് റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും ഒരു കമ്പനി ചേഞ്ചസ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് മാനേജ്മെൻറ്റ്. അപ്പോൾ ബിസിനസ് ഓപ്പറേറ്റ് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ് ടു സർവൈവ് ആൻഡ് ഗ്രോ, ഓർഗനൈസേഷൻ മസ്റ്റ് അഡാപ്റ്റ് ചേഞ്ച്, ശരിയല്ലേ? നമ്മുടെ ഓരോ ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈനാമിക് ആണ്. ഡൈനാമിക് എൻവയോൺമെൻറ്റ്സ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? എസ്പെഷ്യലി ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ തന്നെ അവിടുത്തെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവും, AI പോലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ അത് അഡാപ്റ്റ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയല്ലേ? ഇപ്പോൾ AI ഒക്കെ എല്ലാ മൊബൈൽ ഫോൺസിലും, ഇപ്പോൾ പുതിയ പുതിയ മൊബൈൽ ഫോൺസിൽ വരുന്നുണ്ട്, ശരിയല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത് പുതിയൊരു ചേഞ്ചാണ്, ആ ചേഞ്ച് ഇവർ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യണമെങ്കിൽ ചേഞ്ച് അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മാനേജിങ് ചേഞ്ച് എഫക്റ്റീവ്ലി ഈസ് എ കീ മാനേജറിയൽ റെസ്പോൺസിബിലിറ്റി. ചേഞ്ച് കൊണ്ടുവന്നാൽ മാത്രം പോരാ, ആ കൊണ്ടുവന്ന ചേഞ്ച് മാനേജ് ചെയ്യണം അല്ലേ? അത് മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എംപ്ലോയീസിൻ്റെ ആ റെസിസ്റ്റൻസ് മാറ്റുന്നത്, ഈ ചേഞ്ച് കൊണ്ടുവന്നതിന് ശേഷമുള്ള എംപ്ലോയീസിൻ്റെ ആ ഒരു മോട്ടിവേഷൻ, അതൊക്കെ മാനേജ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മാനേജ്മെൻറ്റിനാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, മീനിങ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ്. ചേഞ്ച് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ചേഞ്ചസ് വിത്തിൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ചേഞ്ച് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ചേഞ്ച് കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെയാണ് എംപ്ലോയീസിന് പെർഫോമൻസ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം ഓൾ ടുഗദർ പറയുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ചേഞ്ച് മാനേജ്മെൻറ്റ്. ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് മുന്നേ ഉള്ള റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചേഞ്ച് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടിയിട്ടാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചേഞ്ച് മേ ബി സ്ട്രാറ്റജിക്, ഓപ്പറേഷണൽ ഓർ ടെക്നോളജിക്കൽ. ഓക്കെ, ഏതും ആവാം. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കാൻ പോവാണ് അല്ലേ? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മളൊരു പേറോൾ സിസ്റ്റം പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വരുന്നത്. ഓപ്പറേഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസും വരാം. ഓക്കെ, ഡിപ്പെൻഡ്സ്. ദ ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ സ്മൂത്ത് ട്രാൻസിഷൻ വിത്ത് മിനിമൽ ഡിസ്റപ്ഷൻ. അതാണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഈ ചേഞ്ച് വന്ന കാര്യം ആരും അറിയാം, മീൻസ് ആ ഒരു ചേഞ്ച് വന്നത് അത് കാരണമുള്ള പ്രശ്നങ്ങൾ ആരും അറിയാൻ പാടില്ല. സ്മൂത്തായിട്ടായിരിക്കും ട്രാൻസിഷൻ വരേണ്ടത്. ഓക്കെ, എംപ്ലോയീസിന് ഇപ്പോൾ ഉള്ള ആ ഒരു വർക്ക് കൾച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആ ഒരു രീതിയിൽ മാക്സിമം പറ്റണം. എംപ്ലോയീസിന് വലിയ എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം മാക്സിമം ഒരു ഡിസ്റപ്ഷൻ ഇല്ലാതെ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും ആരാഗ്രഹിക്കുന്നത്, എംപ്ലോയീസ് ആഗ്രഹിക്കുന്നത്, ഇഫ് അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജിക് ചേഞ്ചസ് ഉണ്ടാവാം, പുതിയ പ്രോഡക്റ്റ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം, അത് മേ ബി വരാം. മേ ബി സ്ട്രക്ചറൽ ചേഞ്ചസ് ആയിരിക്കാം, നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ.
ഇപ്പോൾ സെൻട്രലൈസ്ഡിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡിലേക്ക് പോകാൻ പോവാണ്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡിൽ നിന്ന് സെൻട്രലൈസ്ഡിലേക്ക് വരാൻ പോവാണ്. സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവാം, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം. നമ്മൾ ചിലപ്പോൾ പുതിയ HR സോഫ്റ്റ്വെയർ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമായിരിക്കാം. അങ്ങനെ ചേഞ്ചസ് ആവും. പിന്നെ കൾച്ചറൽ ചേഞ്ചസ്. നമ്മൾ ഇത്രയും നാളെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനായിട്ട് പോയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഫോർമൽ ആകാൻ പോവാണ്. ഇനി കമ്മ്യൂണിക്കേഷനൊക്കെ ഫോർമൽ ചാനൽസ് ത്രൂ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അതൊക്കെ ആക്ച്വലി കൾച്ചറൽ ചേഞ്ചസ് ആണ്. പിന്നെ പ്രോസസ് റിലേറ്റഡ് ചേഞ്ചസ്. നമ്മൾ ഇത്രയും നാൾ ചെയ്ത കാര്യം നമ്മൾ വേറെ രീതിയിൽ ചെയ്യാൻ പോവാണ്. ഇത്രയും നാൾ മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും നാൾ ലേബർ ഓപ്പറേറ്റഡ് ആയിട്ട് ചെയ്തൊരു കാര്യം നമ്മളിനി ഫാക്ടറി മെഷീൻസ് ത്രൂ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പല പല ചേഞ്ചസ് വരാം. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല നമുക്ക് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജിങ് ചേഞ്ച്. എന്തിനാണ് ഈ ചേഞ്ചിനെ മാനേജ് ചെയ്യേണ്ടത്? വെറുതെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ പോരെ, വെറുതെ എന്തിനാണ് അതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്, വെറുതെ എന്തിനാണ് എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യെസ്, എൻഷുവേഴ്സ് ഓർഗനൈസേഷണൽ സർവൈവൽ. ശരിയല്ലേ? എടാ, വെറുതെ ഒരു ചേഞ്ച് കൊണ്ടുവരുവാണ്, എംപ്ലോയീസിനെ എല്ലാം മറികടന്നുകൊണ്ട് അവരുടെ ഒരു താല്പര്യം കൺസിഡർ ചെയ്യാതെ വെറുതെ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരുവാണ്. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എംപ്ലോയീസൊക്കെ റിസൈൻ ചെയ്ത് പോകും, അവരുടെ മോട്ടിവേഷൻ കുറയും, കമ്പനി മേ ബി അടച്ചു പൂട്ടുന്ന സിറ്റുവേഷൻ വരെ വരും. ശരിയല്ലേ? കമ്പനിയുടെ ആകെ താളം തെറ്റും. ശരിയല്ലേ? അപ്പോൾ ഓർഗനൈസേഷൻ സർവൈവൽ വേണമെങ്കിൽ നമ്മൾ ചേഞ്ചിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. ശരിയല്ലേ? ചേഞ്ച് കൊണ്ടുവന്നുള്ള മെയിൻ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ഭയങ്കരമായിട്ട് കൂടും. നമ്മളായിരിക്കും നമ്മുടെ ആ മാർക്കറ്റിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്നത് എപ്പോഴും ചേഞ്ചസ് കൊണ്ടുവന്നാൽ. ശരിയല്ലേ? പിന്നെ ഹെൽപ്സ് ഓർഗനൈസേഷൻ റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ പ്രഷേഴ്സ്. എക്സാക്ട്ലി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ പ്രഷേഴ്സ് അഥവാ എക്സ്റ്റേണൽ ചേഞ്ചസിനോട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അത്രയും ഇന്നോവേറ്റീവായിട്ട് അത്രയും പെട്ടെന്ന് ചേഞ്ചസ് കൊണ്ടുവരുന്നൊരു കമ്പനിയാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ പ്രഷേഴ്സ് അഥവാ എക്സ്റ്റേണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ്യൂസസ് ഡിസ്റപ്ഷൻ ആൻഡ് അൺസർട്ടനിറ്റി. ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരു ഡിസ്റപ്ഷൻ ആൻഡ് അൺസർട്ടനിറ്റി കുറയ്ക്കാൻ പറ്റും. അല്ലേ? ഇപ്പം നമ്മൾ വെറുതെ ഒരു ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസിനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർ വർക്ക് എന്ത് ചെയ്യും? കുറച്ച് ആൾക്ക് ബഹിഷ്കരിക്കും, ബോയ്ക്കോട്ട് ചെയ്യും. അല്ലേ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വർക്ക് ഡിസ്റപ്ഷൻ വരും. അല്ലേ? ഒരു അൺസർട്ടനിറ്റി വരും. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ഐഡിയ കാണില്ല. ശരിയല്ലേ? അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് മാനേജിങ് ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത്രയും പ്രശ്നങ്ങൾ വരും, അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചേഞ്ചിനെ മാനേജ് ചെയ്യണോ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എംപ്ലോയി റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഈ ചേഞ്ചിന് എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യും പല കാര്യങ്ങളാണ്. എംപ്ലോയീസ് ഓഫർ റെസിസ്റ്റ് ടു ഓർഗനൈസേഷൻ ചേഞ്ച്. റെസിസ്റ്റൻസ് ഇസ് എ നാച്ചുറൽ ഹ്യൂമൻ റെസ്പോൺസ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരുടെ എല്ലാവരുടെ ഇടയിലുള്ള സംഭവമാണെന്നത് റെസിസ്റ്റൻസ്. മാറ്റത്തിന് താല്പര്യം ഉണ്ടാവില്ല ആർക്കും. ശരിയല്ലേ? ഒരു ജോബിൽ നിന്ന് അടുത്ത ജോബിലേക്ക് പോകാൻ അങ്ങനെയൊന്നും ആർക്കും താല്പര്യം കാണില്ല. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. അല്ലേ? അത് നോർമലാണ്. പുവർലി മാനേജ് ചേഞ്ച് ക്യാൻ ലീഡ് ടു ഫെയിലിയർ. ഓഫ് കോഴ്സ് ഫെയിലിയറിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസൊക്കെ കമ്പനി വിട്ട് പോയേക്കാം, കമ്പനി തന്നെ അടച്ചു പൂട്ടുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാം. അല്ലേ? അപ്പോൾ ചേഞ്ച് പ്രോപ്പർലി മാനേജ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഈ ചേഞ്ചസ് ഈ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് വരാൻ പല റീസൺസ് ആണ്. ഓക്കെ, എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ റെസിസ്റ്റൻസ് വരാൻ പല റീസൺസ് ആണ്. ആദ്യത്തെ റീസണാണ് ഫിയർ ഓഫ് ദ അൺനോൺ. എന്തായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത്? അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അല്ലേ? എന്തായിരിക്കും ഇനി ചേഞ്ച് വരാൻ പോകുന്നത്, അതിന് ശേഷം എങ്ങനെയായിരിക്കും വർക്ക് പോകുന്നത്, ആ ഒരു പേടി. അതാണ് ആദ്യത്തെ റീസൺ റെസിസ്റ്റൻസ് വരാൻ. ഓക്കെ, അൺസർട്ടനിറ്റി അബൌട്ട് ഫ്യൂച്ചർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ഔട്ട്കംസ് ഓഫ് ചേഞ്ച്. അല്ലേ? ഈ ചേഞ്ച് വന്നതിന് ശേഷം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഫാക്ടറിയിൽ ലേബറേഴ്സിനെ മാറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെഷീനെ വെച്ച് ചെയ്യിപ്പിക്കാൻ പോകണം, AI ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പം എംപ്ലോയീസിനൊരു പേടി കാണും. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജോലി പോവുമോ? അല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി എന്തായിരിക്കും? വേറെ നമ്മുടെ പണി കൂടുമോ കുറയുമോ? ആകെ ഒരു പേടിയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതാണ് ഫിയർ ഓഫ് ദ അൺനോൺ. നമ്മൾ ഇനി എന്താ വരാൻ പോകുന്നത് എംപ്ലോയീസിന് ഒരു ഐഡിയ കാണില്ല. അതാണ് റെസിസ്റ്റൻസിൻ്റെ ആദ്യത്തെ റീസൺ. ആങ്സൈറ്റി അബൌട്ട് ജോബ് സെക്യൂരിറ്റി ആൻഡ് കരിയർ പ്രോസ്പെക്ട്സ്. ആങ്സൈറ്റി ഉണ്ടാവും. ഇനി എന്തായിരിക്കും ഫ്യൂച്ചറിൽ ജോലി പോവുമോ, സാലറി കുറയുമോ? അങ്ങനത്തെ ആകെ മൊത്തം കൺഫ്യൂഷനായിരിക്കും. അതാണ് ആദ്യത്തെ റീസൺ, ഫിയർ ഓഫ് ദ അൺനോൺ. പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് വരാനുള്ള മെയിൻ റീസൺ വെച്ചാൽ ലോസ് ഓഫ് ജോബ് സെക്യൂരിറ്റി. അല്ലേ? ഫിയർ ഓഫ് റിഡൻഡൻസി ഓർ ഡൗൺ സൈസിങ്. മേ ബി ഇപ്പം ഫാക്ടറിയിൽ മെഷീൻ കൊണ്ടുവന്നിട്ട് എംപ്ലോയീസിൻ്റെ ജോലി കുറയ്ക്കാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് വിചാരിക്കും ഓക്കെ കുറേ പേരെ പിരിച്ചുവിടുമായിരിക്കും. ശരിയല്ലേ? മേ ബി അങ്ങനെ ആയിരിക്കും. അല്ലേ? അതിന് നമ്മൾ കമ്പനി പേയ്മെൻറ്റ് കൊടുക്കും, പക്ഷേ സ്റ്റിൽ ജോലി പോകുന്നൊരു പേടി അവർക്കുണ്ടായിരിക്കും. ശരിയല്ലേ? ഓക്കെ, മെഷീനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിനി ഇപ്പോൾ ഇത്ര നാൾ ചെയ്ത പണിയൊക്കെ മെഷീൻ ചെയ്യും, അപ്പോൾ എൻ്റെ റോൾ എന്തായിരിക്കും? എൻ്റെ ജോലി പോകൂലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ശരിയല്ലേ? അതാണ് ഫിയർ ഓഫ് റിഡൻഡൻസി ഓർ ഡൗൺ സൈസിങ് എന്ന് പറയുന്നത്. കൺസേൺ ഓവർ റീപ്ലേസ്മെൻറ്റ് ബൈ ടെക്നോളജി. അല്ലേ? AI പോലത്തെ ടെക്നോളജി റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് കാണും.
അല്ലേ? പിന്നെ റെഡ്യൂസ് കോൺഫിഡൻസ് ഇൻ ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി അല്ലേ? അപ്പോൾ ഓർഗനൈസേഷൻ്റെ മുകളിലൊരു കോൺഫിഡൻസ് പോവും അല്ലേ? നമ്മുടെ കമ്പനി ഇനി മുന്നോട്ട് പോവുമോ, നമ്മുടെ കമ്പനി ഈ മെഷീനൊക്കെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുമോ, നടന്നാൽ തന്നെ നമുക്ക് ജോലി കാണുമോ, ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതാണ് ലോസ് ഓഫ് ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പേടി ആര് കൊണ്ടുവരുന്നത്, എംപ്ലോയീസിൻ്റെ ആ റെസിസ്റ്റൻസിൻ്റെ രണ്ടാമത്തെ റീസൺ. ഓക്കെ, അതാണ് ലോസ് ഓഫ് ജോബ് സെക്യൂരിറ്റി. പിന്നെ ലോസ് ഓഫ് കൺട്രോൾ ആൻഡ് പവർ, എസ്പെഷ്യലി ഇത് വരുന്നത് മെയിൻലി മാനേജേഴ്സിനായിരിക്കും. ഓക്കെ, മാനേജേഴ്സിന് ഇനി നമ്മുടെ എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പവർ പോവുമോ, ആ ഒരു പേടി കാണും. ഓക്കെ, ചേഞ്ച് മേ റെഡ്യൂസ് അതോറിറ്റി ഓർ ഇൻഫ്ലുവൻസ്, ശരിയല്ലേ? ഇപ്പോൾ ഇത്രയും നാൾ നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ സെൻട്രലൈസ്ഡിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡിലേക്ക് മാറ്റാൻ പോകുമെന്ന് വിചാരിക്കും, ഒരു ചേഞ്ചാണ്. ഓക്കെ, അപ്പം നമ്മുടെ മാനേജേഴ്സൊക്കെ വിചാരിക്കും, ഓക്കെ ഇത്രയും നാളെല്ലാം എൻ്റെ കൺട്രോളിലായിരുന്നു, ഇനി എന്താണ്, ഇനി ബാക്കിയുള്ളവരും കൂടെ ഒപ്പീനിയൻ പറയാൻ പോകണം, അപ്പോൾ എൻ്റെ കൺട്രോൾ പോകുമല്ലോ, എൻ്റെ ആ ഒരു അതോറിറ്റി പോകുമല്ലോ എന്നൊരു സംശയം കാണും, ശരിയല്ലേ? അങ്ങനെ അവർ ഒപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യെസ്, ഡിസിഷൻ മേക്കിംഗ് പവർ മേ ഷിഫ്റ്റ് അല്ലേ? ആ ഒരു പവർ കുറയാനുള്ള സാധ്യത കൂടുതലാണ്, ശരിയല്ലേ? അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഇപ്പോൾ സെൻട്രലൈസേഷനിൽ നിന്ന് ഡീസെൻട്രലൈസേഷനിലേക്ക് പോകുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. വേറെ കുറേ കാര്യങ്ങൾ കാരണം ചിലപ്പോൾ മാനേജേഴ്സിന് പവർ കുറഞ്ഞേക്കാം, ശരിയല്ലേ? യെസ്, എംപ്ലോയീസ് മേ ഫീൽ ലെസ് വാല്യൂഡ്, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലോസ് ഓഫ് കൺട്രോൾ ആൻഡ് പവർ എന്ന് പറയുന്നത്. നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ മൂന്നാമത്തെ റീസണാണ്. ഓക്കെ, പിന്നെ ഹാബിറ്റ് ആൻഡ് കംഫർട്ട് വിത്ത് എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ്, ഇതാണ് റെസിസ്റ്റൻസിൻ്റെ നാലാമത്തെ റീസൺ. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും നമ്മൾ, ശരിയല്ലേ? അതിലത്രയും എന്തായിരിക്കും ഡീപ്പായിട്ട് അതിൽ കണക്റ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? എംപ്ലോയീസ് ആർ കംഫർട്ടബിൾ വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് റൊട്ടീൻസ് അല്ലേ? ഇത്രയും നാൾ 10 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ പറയണം, നോക്കി ഇനി നമ്മുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും കുറച്ച് എംപ്ലോയീസ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യണം. അപ്പം റൊട്ടീൻ ആകെ മാറിയില്ലേ, ശരിയല്ല? അത്രയും വലിയ ചേഞ്ച് അല്ലേ? അല്ലേ? ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും കറൻറ്റിലുള്ള റൊട്ടീൻ അഥവാ കറൻറ്റിലുള്ള രീതികളിനോടായിരിക്കും താല്പര്യം അല്ലേ? അതാണ് റെസിസ്റ്റൻസിൻ്റെ നാലാമത്തെ റീസൺ വരുന്നത്. യെസ്, ചേഞ്ച് ഡിസ്റ്റർബ്സ് ഫെമിലിയർ വർക്ക് പാറ്റേൺസ്, പ്രിഫറൻസ് ഫോർ സ്റ്റെബിലിറ്റി ഓർ അൺസർട്ടിനിറ്റി അല്ലേ? എല്ലാവർക്കും ഒരേ രീതിയിൽ കാര്യങ്ങൾ പോകാനായിരിക്കും താല്പര്യം, രാദർ ദാൻ അൺസർട്ടിനിറ്റി. ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്തതിനേക്കാളും പ്രെഡിക്റ്റബിൾ ഫ്യൂച്ചർ ആയിരിക്കും എല്ലാവർക്കും താല്പര്യം അല്ലേ? അതാണ് റെസിസ്റ്റൻസിൻ്റെ നാലാമത്തെ റീസൺ വരുന്നത്. ഓക്കെ, ഇനി ലാക്ക് ഓഫ് സ്കിൽസ് ഓർ കോമ്പീറ്റൻസ്. യെസ്, എംപ്ലോയീസ് മെ ഫീൽ അൺപ്രിപ്പയർഡ് ഫോർ ന്യൂ സിസ്റ്റംസ് അല്ലേ? എന്ന് വെച്ചാൽ ഇതാണ് റെസിസ്റ്റൻസിൻ്റെ അഞ്ചാമത്തെ റീസൺ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വിചാരിക്കും. നമ്മൾ ഒരു ഒരു അക്കൗണ്ടിങ് ഫേമാണെന്ന് വിചാരിക്കും. അവിടെ നമ്മൾ ക്വിക്ക് ബുക്സ്, സോഹോ പോലത്തെ സോഫ്റ്റ്വെയർസ് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. അപ്പം എംപ്ലോയീസിനൊരു പേടിയാണ്. ഇപ്പോൾ ഇത്രയും നാൾ ടാലി ഉപയോഗിച്ചൊരു കമ്പനിയാണെന്ന് വിചാരിക്കും, അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിനൊരു പേടിയാണ്, ഓക്കെ എനിക്ക് ഈ സ്കില്ലില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ടെക്നോളജി വന്നാൽ എനിക്കിത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അപ്പം അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എന്നെ മേ ബി പിരിച്ചു വിട്ടാലോ, ഇങ്ങനത്തെ ഓവർ തിങ്കിങ്ങിലേക്ക് എംപ്ലോയീസ് പോകും, ശരിയല്ലേ? അതാണ് ലാക്ക് ഓഫ് സ്കിൽസ് ഓർ കോമ്പറ്റൻസ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് മേ ഫീൽ അൺപ്രിപ്പയർഡ് ഫോർ ന്യൂ സിസ്റ്റംസ്, ഫിയർ ഓഫ് ഫെയിലിയർ ഓർ പുവർ പെർഫോമൻസ്, ശരിയല്ലേ? അതുകൊണ്ട് എൻ്റെ വർക്ക് കുറയുമോ, എൻ്റെ വർക്കിൻ്റെ പെർഫോമൻസ് കുറയുമോ, അതുകൊണ്ട് എൻ്റെ ഇനി അടുത്ത മാസത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് വേറെ ആർക്കെങ്കിലും പോവോ, ഇങ്ങനെ പല തിങ്കിങ് ആയിരിക്കും വരുന്നത്. യെസ്, റെസിസ്റ്റൻസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ട്രെയിനിങ്. യെസ്, അപ്പം നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ റീസണാണ് പറയുന്നത്, എങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഈ കേസിലൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്താൽ മതി, നോ ഇഷ്യൂസ് അല്ലേ? കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. യെസ്, അപ്പോൾ അതാണ് റെസിസ്റ്റൻസിൻ്റെ അടുത്ത റീസൺ വരുന്നത്. ഇനി അടുത്ത റീസൺ എന്ന് വെച്ചാൽ പുവർ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ അടുത്തൊരു റീസൺ. യെസ്, എംപ്ലോയീസിന് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർ റെസിസ്റ്റ് ചെയ്യും, ഉറപ്പാണ്. യെസ്, അപ്പോൾ ഇനാഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് റീസൺസ് ഫോർ ചേഞ്ചിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും ഇനി ചേഞ്ച് കാരണം മുന്നോട്ട് പോകുമ്പോൾ വരുന്നത്, അതൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അത് പ്രശ്നമാണ്. പുവർ കമ്മ്യൂണിക്കേഷനാണ് റെസിസ്റ്റൻസിൻ്റെ അടുത്തൊരു റീസൺ. യെസ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഫ്രം മാനേജ്മെൻറ്റ് ഇങ്ങനെ എന്തോ മറച്ചു വയ്ക്കുകയാണ്, ഓക്കെ പറയുന്നില്ല, അങ്ങോട്ട് വിട്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ എന്താ, എംപ്ലോയീസ് എന്തായാലും റെസിസ്റ്റ് ചെയ്യും, അവർക്കൊരു പേടിയായിരിക്കും, മാനേജ്മെൻറ്റ് എന്താ ഇത് പറയാത്തത്, ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയിൽ നിന്ന് നിർത്തി പോകുമെന്ന് വിചാരിച്ചിട്ടാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. യെസ്, മിസ്ഇൻഫോർമേഷൻ ആൻഡ് റൂമേഴ്സ്, അങ്ങനെ പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ കൊടുത്തില്ല എങ്കിൽ എന്താ പ്രശ്നം, റൂമേഴ്സും ഗോസിപ്പും പോലത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും മാനേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത് പറഞ്ഞ് ഓരോ എംപ്ലോയീസിന് അപ്പുറത്ത് എത്തും, ആകെ പ്രശ്നമാവും, ശരിയല്ലേ? യെസ്, അതാണ് അടുത്തൊരു റീസൺ. പിന്നെ ടൈമിംഗ് ആൻഡ് പേസ് ഓഫ് ചേഞ്ച്. ഇപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ എല്ലാവരും എന്ത് ചെയ്യും, അതിന് അഗെയിൻസ്റ്റ് ആയിരിക്കും, ശരിയല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ACC ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ലേ, റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് 2027 അല്ലേ? അത് അത്രയും നാളുകൾക്ക് ശേഷമാണ് അവർ ആ ചേഞ്ച് കൊണ്ടുവന്നത്, ശരിയല്ലേ? പെട്ടെന്നാണോ കൊണ്ടുവന്നത്? അല്ല. അപ്പം അതാണ് പറയുന്നത്, എന്ന് വെച്ചാൽ ചേഞ്ച് പതിയെ കൊണ്ടുവരാവുള്ളൂ അല്ലേ? പെട്ടെന്ന് കൊണ്ടുവന്നാൽ എന്താ, എല്ലാവർക്കും സ്ട്രെസ് ഫീൽ ചെയ്യും, ഓക്കെ ഇനി നമ്മളത് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ, ഓക്കെ നമുക്ക് ആലോചിച്ച് പതിയെ ഡിസിഷൻ എടുക്കാം, സമാധാനം കാണും, ശരിയല്ലേ?
അതാണ് ടൈമിംഗ് ആൻഡ് പേസ് ഓഫ് ചേഞ്ച്. അതാണ് റെസിസ്റ്റൻസിൻ്റെ അടുത്തൊരു റീസൺ. യെസ്, ഇൻസഫിഷ്യൻറ്റ് ടൈം ടു അഡാപ്റ്റ്. യെസ്, അതൊരു പ്രശ്നമാണ്. ചേഞ്ച് ഫാറ്റീഗ് എമംഗ് എംപ്ലോയീസ്. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ, പെട്ടെന്ന് ചേഞ്ച് കൊണ്ടുവന്നാലും അല്ലേ. ചേഞ്ച് കൊണ്ടുവരേണ്ടത് പതിയായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ എന്താണ്, കോൺസിക്വൻസസ് എന്താണ്? ഓക്കെ, എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യും. യെസ്, അത് പ്രശ്നമാണ്. അത് ഭയങ്കര കോൺസിക്വൻസസ് കമ്പനിയിലുണ്ടാക്കും. മീൻസ് ആദ്യത്തെ ഒരു പ്രശ്നമാണ് റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസ് പണിയെടുക്കാൻ മര്യാദയ്ക്ക് ഇല്ല. അവർക്ക് ഇങ്ങനെ ടെൻഷനായിരിക്കും, ഇനി എന്തായാലും വരാൻ പോകുന്നത്, അത് ടെൻഷനായിരിക്കും. ലോ മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ ഒട്ടും കാണില്ല. കമ്പനിക്ക് വേണ്ടി പണിയെടുക്കണം, നമ്മുടെ കമ്പനിയാണ്, ആ ഒരു ഫീലിംഗ് പോവും അല്ലേ. പിന്നെ ഇൻക്രീസ്ഡ് എംപ്ലോയി ടേൺ ഓവർ. എംപ്ലോയീസൊക്കെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോവും, ടേൺ ഓവർ കൂടും, എംപ്ലോയി ടേൺ ഓവർ കൂടും, സ്റ്റാഫ് ടേൺ ഓവർ കേട്ടില്ലേ, അതാണ്. പിന്നെ ഫെയിലിയർ ഓഫ് ചേഞ്ച് ഇനിഷ്യേറ്റീവ്സ് അല്ലേ. ചേഞ്ച് കൊണ്ടുവരാനുള്ള ആ ഒരു ഇനിഷ്യേറ്റീവൊക്കെ ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എംപ്ലോയീസ് ഇങ്ങനെ എന്താണ് ചേഞ്ച് റെസിസ്റ്റ് ചെയ്താൽ. യെസ്, അതാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, ഭയങ്കര വലിയ പ്രശ്നമാണ് ഇതൊക്കെ. യെസ്, പിന്നെ മാനേജിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമെന്നറിയാം, ഈ റെസിസ്റ്റൻസ് എങ്ങനെ മാനേജ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാം. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ ഇൻപുട്സും കൂടെ എടുക്കാം. വെറുതെ ഒരു ഡിസിഷൻ അങ്ങോട്ട് പറയാതെ അവരുടെയും കൂടി ഇൻപുട്സ് എടുക്കാം. ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ട്രെയിനിങ് കൂടി. പിന്നെ സ്ട്രോങ് ലീഡർഷിപ്പ്. ഒരു ലീഡർ അത്രയും അടിപൊളിയാണെങ്കിൽ ആൾ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ആര് കേൾക്കും? എംപ്ലോയീസ് കേൾക്കും. അപ്പോൾ സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ചേഞ്ച് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ആ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത്, എന്താണ് ചേഞ്ച്, എന്താണ് ചേഞ്ച് മാനേജ്മെൻറ്റ്, ചേഞ്ച് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, റെസിസ്റ്റൻസ് ടു ചേഞ്ച് മീൻസ് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെ എന്താണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.